ഹായ് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഐക്കൺസ് ഓഫ് ഇന്ത്യ മലപ്പുറത്താണ്. ഇന്ന് ഐക്കൺസ് ഓഫ് ഇന്ത്യ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന വിശിഷ്ടാതിഥി നൗഷാദ് കളപ്പാടൻ സാറാണ്. ഒരു ബിസിനസ് അല്ല സാർ ചെയ്യുന്നത്, സാർ ഒത്തിരി ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പൊ സാറിൽ നിന്ന് തന്നെ സാറിന്റെ ബിസിനസ് വിശേഷങ്ങൾ അവരിലേക്ക് പങ്കുവെക്കാം. ഞാൻ 93-ലാണ് ഈ ബിസിനസ് രംഗത്തേക്ക് വരുന്നത്. ഇപ്പോൾ 30 വർഷം പൂർത്തിയായി. നമ്മൾ ഇലക്ട്രിക്കൽ മേഖലയിലാണ് തുടക്കം കുറിച്ചത്. ആദ്യത്തെ ഷോപ്പിൽ ഒരു സ്റ്റാഫാണ് ഉണ്ടായിരുന്നത്, ഹനീഫ എന്നാണ് പേര്. മലപ്പുറം സ്വദേശി തന്നെയാണ് അദ്ദേഹം. ഇന്നും നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ കൂടെ വർക്ക് ചെയ്ത ആളുകൾ ഭൂരിഭാഗം ആളുകളും ഇന്നും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. കൂടെ 2-3 ഗ്രൂപ്പുകളായിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. എല്ലാം കൂടെ 1000+ സ്റ്റാഫുകൾ ഇന്ന് നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. നമ്മൾ ഇലക്ട്രിക്കൽ റീറ്റെയിൽ ഷോപ്പാണ് ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തത്. സെൻട്രൽ എന്നാണ് അതിന്റെ പേര്, സെൻട്രൽ ഇലക്ട്രിക്കൽ. അത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സെൻട്രൽ മാർക്കറ്റിംഗ് എന്നൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു. സ്മാൾ അപ്ലയൻസ്, ബിഗ് അപ്ലയൻസ്, ഇലക്ട്രിക്കൽ, അതുപോലെ തന്നെ ഇലക്ട്രിക്കലില് ഒട്ടുമുക്ക മേജർ ബ്രാൻഡുകളൊക്കെ അതിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഡിസ്ട്രിബ്യൂഷനിൽ ചെയ്യുന്നത് മലപ്പുറം, കോഴിക്കോട്, വയനാട് 3 ഡിസ്ട്രിക്റ്റാണ്. അപ്ലയൻസിൽ ഇപ്പോൾ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ ചെയ്യുന്നുണ്ട്. നമ്മൾ UAE നമ്മൾ പുതിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെഴ്സിലീസ് ഐസ്ക്രീമാണ്. ഐസ്ക്രീമിൻ്റെ UAE CNF ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ UAE തന്നെ നമ്മളൊരു ജനറൽ ട്രേഡിംഗ് ബിസിനസ്സും കൂടെ അതിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോളേജ് കഴിഞ്ഞ് അങ്ങനെ എന്ത് ചെയ്യണം, അങ്ങനെ വിദേശത്ത് പോകാനായിരുന്നു താല്പര്യം. വിദേശത്തേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് ആഗ്രഹം നടക്കാതെയാണ്. അതെ സർ, ആഗ്രഹം നടന്നില്ല എന്ന് പറയാം. കാരണം നമ്മള് ഒരു പഴയ ഫാമിലി ആയതുകൊണ്ട് തന്നെ ഉമ്മ, വലിയുമ്മ, ഗ്രാൻഡ് മദറൊക്കെ വിദേശത്തേക്ക് പോവാന്ന് പറയുമ്പോൾ പൊതുവെ അതിന് ഒരു എതിര് പറഞ്ഞിരുന്നു. അത്യാവശ്യം ചുറ്റുപാടുള്ള ഫാമിലി ആയതുകൊണ്ട് തന്നെ പുറത്തു പോകണ്ടെന്നുള്ള ഒരു അഭിപ്രായമായിരുന്നു അവർക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ എൻ്റെ ഒരു ബ്രദർ ഉണ്ട്. ബ്രദർ ഫൈനാൻഷ്യൽ റൈറ്റേഴ്സിൽ ജോലി ചെയ്യാണ്, LLB കഴിഞ്ഞ്. അങ്ങനെ പിന്നെ ഫാദർ മരണപ്പെട്ടു. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ അങ്ങനെ ബിസിനസ് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഇപ്പൊ സഹോദരങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് നമ്മൾ ബിസിനസ്? അല്ല, ബിസിനസ്സിൽ ആരുമില്ല. ഇപ്പോ മോനുണ്ട്, നിഷാം എന്ന് പറയും. മോന് BTech കഴിഞ്ഞതാണ്. ഇപ്പോ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു 5 വർഷമായിട്ട് നമ്മളെ കൂടെ ചെയ്യുന്നുണ്ട്. ഭാര്യയുടെ പേര്? ഭാര്യ സനീറ. 2 മക്കളാണ്. മക്കളുടെ പേര്? മോന് നിഷാം BTech, മോള് നിഹ മാരീഡ് ആണ്. കാലിക്കറ്റിലേക്കാണ് മാരേജ് ചെയ്തിട്ടുള്ളത്. അവര് മരുവൻ, അവർ ക്യൂബിക്സ് ചപ്പൽ ഫീൽഡിലാണ്. 2 കുട്ടികളുണ്ട്. മോനൊരു കുട്ടിയുണ്ട്. മോന്റെ വൈഫ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, CA ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, കൂടെ ഉള്ള നമ്മുടെ സ്റ്റാഫ്, അതേപോലെ മാനേജേഴ്സ്, നമ്മളൊരു ഫാമിലി ആയിട്ടാണ് ഇവരെല്ലാവരും കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ കൂടെ ചെയ്യുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഏകദേശം നിലവിൽ ഇപ്പൊ എത്ര സ്ഥാപനങ്ങളുണ്ട്? അല്ല, പിന്നെ ഞങ്ങളെ ഒരു ഗ്രൂപ്പിന്റെ ആണ് ജാംജൂം ഹൈപ്പർ മാർക്കറ്റ്. അപ്പോൾ ഞങ്ങള് ഫ്രണ്ട്സുകളാണ്. ഞങ്ങൾ അതിന്റെ MD കബീർക്ക കഴിഞ്ഞ കൊറോണയുടെ സമയത്ത് മരണപ്പെട്ടു. അദ്ദേഹമാണത് ലീഡ് ചെയ്തിരുന്നത്. അടുത്തൊരു മേഖല എന്നുള്ളത് ജ്വല്ലറി മേഖലയാണ്. ആധാർ ഗോൾഡ് എന്ന് പറയും. അതിന്റെ ആധാർ ഗോൾഡ് അല്ലേ? അതെവിടെയാണ്? അത് മഞ്ചേരി, കൊണ്ടോട്ടി, ചെമ്മാട്, പേരാമ്പ്ര, കുറെ സ്ഥലങ്ങളിലുണ്ട്, ബ്രാഞ്ചുകളുണ്ട്. യാദർശികമായിട്ടാണ് പിന്നെ ഈ സംഘടനാ പ്രവർത്തനം. സംഘടന എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മർച്ചന്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ്. ചേംബർ ഓഫ് കൊമേഴ്സിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി അതിന്റെ ഇപ്പോ 8 വർഷമായിട്ട് ജില്ലയുടെ ട്രഷറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. രജിസ്റ്റർ ചെയ്ത് അങ്ങനെ വിവിധ എല്ലാ ദിവസവും തിരക്ക് തന്നെ അല്ലേ? അതേപോലെ കാലിക്കറ്റ് എയർപോർട്ട് അഡ്വൈസറി ബോർഡ് മെമ്പറായിരുന്നു. പിന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി, പിന്നെ ഇവിടെ CH ഡയാലിസിസ് സെന്റർ. ഇങ്ങനെ പരമാവധി നമ്മൾ നന്മകൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിന്റെ ബിസിനസിന്റെ കൂടെ തന്നെ നമ്മൾ എന്താ പറയുക, ചാരിറ്റി പ്രവർത്തനം കൂടി അതിന്റെ കൂടെ നടത്തുക. പഠിച്ച സ്കൂള് ഏതായിരുന്നു? ഞാൻ മലപ്പുറം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഹൈസ്കൂള് മലപ്പുറത്തെ ഹൈസ്കൂൾ തന്നെ. കുഴപ്പമില്ല, ആവറേജ് വിദ്യാർത്ഥി. അത് കഴിഞ്ഞ് പെരിന്തൽമണ്ണ കോളേജിലായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു. കോളേജ് കഴിഞ്ഞിട്ടാണ് നേരെ നമ്മൾ ഇങ്ങനെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. മലപ്പുറത്ത് തന്നെ ടൗണിൽ നമ്മളൊരു ബിൽഡിംഗ് ഉണ്ട്. അപ്പൊ ബിൽഡിങ്ങില് നമ്മൾ എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങണം എന്ന് പറഞ്ഞ ഒരു റൂം അന്ന് ഒഴിച്ചിട്ടിരുന്നു. അപ്പൊ അതിലിങ്ങനെ കുറെ ആളുകൾ വന്നിട്ട് അത് റെന്റിന് ഇങ്ങനെ ഫാദറിനോട് ചോദിച്ചപ്പോഴേ
ഒരു ദിവസം ഫാദർ എന്നോട് പറഞ്ഞു ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റില്ല, എന്തെങ്കിലും തുടങ്ങണമെന്നുണ്ടെങ്കിൽ തുടങ്ങാം, ഇല്ലെങ്കിൽ അത് റെന്റിന് കൊടുക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ആശയം ബിസിനസ്സിലേക്ക് വരുന്നത്. അതിന്റെ ഇടക്കാണ് നമ്മൾ ദുബായിലേക്കുള്ള ഒരു ഓഫർ വരുന്നത്, അത് കളയുന്നത്. അത് അങ്ങനെ കളഞ്ഞ് അതിന് ശേഷമാണ് ഇങ്ങനെ ഇതിലേക്ക് വന്നത്. ഇത്രയും ബിസിനസ്സുകളൊക്കെ സാറിന് കിട്ടിയ അംഗീകാരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ ലീമരഡിയിൽ വെച്ച് ഇന്നലെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ക്രോംപ്ടൺ ഗ്രീവ്സിന്റെ. അതിൽ പാൻ ഇന്ത്യ BLDCയിലെ നമ്പർ 1 ആയിട്ട് നമ്മളെ, എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷമായിട്ട് നമ്മളാണ് നമ്പർ 1. കോവിഡ് വന്നപ്പോഴും മിക്കവാറും എൻ്റെ ഈ മേഖലയിൽ തന്നെയുള്ള ഒരുപാട് ബിസിനസ്സുകൾ ബാക്കോട്ട് പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മള് എല്ലാ പ്രാവശ്യവും ഗ്രോത്ത് ആയിരുന്നു. ഈ കോവിഡ് വന്നിട്ടും സ്ഥാപനങ്ങൾക്കൊന്നും സംഭവിച്ചില്ല. നമ്മള് അതാ പറഞ്ഞത്, ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞല്ലോ. നമ്മളെ സ്ഥാപനങ്ങൾക്ക് നമ്മള് ആ സമയത്ത് പോലും നമുക്ക് ഒന്നും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഇല്ല. പ്രളയം വന്നു. ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഒരു വെയർ ഹൗസില് വെള്ളത്തിന്റെ കുറച്ച് ചെറിയ പ്രയാസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മള് വയനാട് നടന്ന ദുരന്തത്തിന് നമ്മൾ ഇവിടെ ഒരു ഫുട്ബോൾ മേള വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് വയനാടേക്ക് കൊടുക്കാൻ പോകുന്നു അറിഞ്ഞു. അതുണ്ട്. അത് മാത്രല്ല, ഇപ്പൊ ഞങ്ങള് ഈ മർച്ചന്റ് നമ്മളെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്ന് പറഞ്ഞത്, അപ്പൊ ഞങ്ങളത് അതിന് കളക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിന്റെ ട്രഷറർ കൂടിയാണ്. അതേപോലെ ആ സംഘടനാപരമായിട്ട് വേറെയും കുറെ നമ്മള് കുടുംബസുരക്ഷാ പദ്ധതി നടക്കുന്നുണ്ട്. മലപ്പുറം ഡിസ്ട്രിക്ട് ടേഡേഴ്സ് വെൽഫെയർ ഫൗണ്ടേഷൻ എന്ന് പറയും. മരണപ്പെട്ട 160 ആളുകൾക്ക് ഇപ്പോൾ 10 ലക്ഷം രൂപ വെച്ച് ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. അതേപോലെ വിദേശ കുത്തകകളെ കടന്നുകയറ്റും, അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നമ്മളെ രാജ്യത്തിന്റെ നയത്തിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ച് ആലോചിച്ച് ഞങ്ങൾ ഇപ്പോൾ സംഘടന നേരിട്ട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ തുടങ്ങാൻ പോവുകയാണ്. അതിൽ ചെറിയ ചെറിയ പ്രൊജക്റ്റുകൾ കൊണ്ടുവന്നിട്ട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനും, അതേപോലെ ഈ നിലവിലെ ഈ ചെറുകിട വ്യാപാര മേഖല നമ്മളെ നാട്ടിൽ തന്നെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി വൈബ്സ് എന്നുള്ള പേരിൽ വ്യാപാരി ബിസിനസ് ഇൻഡസ്ട്രിയൽ എക്കണോമിക് സൊസൈറ്റി ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് ഞങ്ങളതിന്റെ പ്രാരംഭ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബിസിനസ്സിലേക്ക് ഇപ്പൊ തുടങ്ങാൻ വേണ്ടി പോകുന്ന നമ്മുടെ പുതിയ തലമുറക്ക് സാറിന്റെ ഇത്രയും ബിസിനസ് ചെയ്തുള്ള എക്സ്പീരിയൻസ് വെച്ച് ഒരു അഡ്വൈസ്? ചെറിയ രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ശരിക്കും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ബിസിനസിനെ കുറിച്ച് നമ്മൾ ആദ്യം പഠിക്കണം. അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ക്യാപിറ്റൽ എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. മണി മാനേജ്മെന്റ് അതും അതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എക്സ്പെൻസ് നോക്കിയിട്ടേ വരുമാനത്തിനനുസരിച്ച് ചിലവാക്കുക എന്നുള്ളത്, അതാണ് ഞാൻ അതിൽ ഉദ്ദേശിച്ചത്. എന്താ പറയുക, ഇനിയും ഒത്തിരി ആളുകൾക്ക് തൊഴിൽ കൊടുക്കുവാനുള്ള പല പല ബിസിനസ്സും സാറിനെ തുടങ്ങാൻ ഇനിയും സാധിക്കട്ടെ. ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ള കൃപയും കാരണവും എല്ലാം അതിലേക്ക് വരട്ടെ. ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ജീവൻ ടിവിയുടെ പ്രോഗ്രാമുകളൊക്കെ കാണാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ. ഏതായാലും വളരെയധികം സന്തോഷം. താങ്ക് യു. സമയം ചെലവഴിക്കാൻ സാധിച്ചാൽ. ഓക്കെ, താങ്ക് യു.